വെൽക്കം ടു എവരിബഡി. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ സെഫേറിലെ ബയോളജി അധ്യാപകനാണ്. ഈ വരുന്ന നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് പകുതിയോളം മാർക്ക് ബയോളജിയിൽ നിന്നാണ്. ബയോളജിയിലെ ചാപ്റ്റേഴ്സ് വളരെ ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ ഉയർന്ന റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് NCERT വോളിയം 1 18ാമത്തെ ചാപ്റ്ററായ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കുറിച്ചെടുക്കണം. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ബയോളജി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഹ്യൂമൻ ബോഡിയിൽ 2 തരം ഫ്ലൂയിഡ്സ് ഉണ്ട്. ബോഡി ഫ്ലൂയിഡ്സ് 2 തരമാണ്. സെല്ലുകൾക്കുള്ളിൽ കാണുന്ന ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെല്ലുകൾക്ക് വെളിയിൽ കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ 55% ബൈ വോളിയം ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും 45% ബൈ വോളിയം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുമാണ്. ഈ ICFും ECFും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത് ICF ഈസ് റിച്ച് ഇൻ പൊട്ടാസ്യം അയോൺസ്, ECF ഈസ് റിച്ച് ഇൻ സോഡിയം അയോൺസ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ചാർട്ടിൽ കാണുന്ന ബ്ലഡ് പ്ലാസ്മ, ലിംഫ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, എൻഡോലിംഫ്, ഇതെല്ലാം. എന്നാൽ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോഡിയിൽ കൂടെ നിരന്തരം സർക്കുലേറ്റ് ചെയ്യുന്ന 2 ഫ്ലൂയിഡ്സേ ഉള്ളൂ. ആ 2 ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലഡും ലിംഫും മാത്രമാണ്. ഇപ്പോൾ സർക്കുലേറ്റിംഗ് ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡും ലിംഫുമാണ്. ബ്ലഡ് വെസൽസിൽ കൂടെയും ലിംഫ് വെസൽസിൽ കൂടെയും സർക്കുലേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ഫ്ലൂയിഡ് സർക്കുലേഷൻ കൊണ്ടുള്ള നേട്ടം? ഫ്ലൂയിഡ് സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഹോർമോൺസ്, റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ഫ്രം ദ ടിഷ്യൂസ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബ്ലഡ്, 2 ബ്ലഡിനെ ബ്ലഡ് വെസൽസിൽ കൂടെ നിരന്തരം പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പമ്പിംഗ് ഓർഗൻ ഹാർട്ട്, 3 ബ്ലഡിന് യഥേഷ്ടം സഞ്ചരിക്കാൻ ആവശ്യമുള്ള ബ്ലഡ് വെസൽസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ബ്ലഡിൻ്റെ കോമ്പോസിഷൻ, അത് കഴിഞ്ഞ് ഹാർട്ടിൻ്റെ സ്ട്രക്ചറും ഫിസിയോളജിയും, കൂടാതെ ബ്ലഡ് വെസൽസിനെ കുറിച്ചും. അടുത്തതായിട്ട് നമ്മൾ ബ്ലഡിൻ്റെ കോമ്പോസിഷൻ എന്ന് പരിശോധിക്കാം. ഒരു ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ ബ്ലഡ് കാണും. ബ്ലഡ് എന്താണ്?
ബ്ലഡ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒരു കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു മാട്രിക്സുമുണ്ട്, കൂടാതെ സെല്ലുകളുമുണ്ട്. ബ്ലഡ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മാട്രിക്സിനെ നമ്മൾ പ്ലാസ്മ എന്നാണ് വിളിക്കുന്നത്. പ്ലാസ്മ. എന്നാൽ ബ്ലഡിൽ കാണുന്ന സെല്ലുകളെ വിളിക്കുന്നത് ഫോംഡ് എലിമെൻറ്റ്സ് എന്നാണ്. ടോട്ടൽ ബ്ലഡ് വോളിയത്തിൻ്റെ 55% പ്ലാസ്മയും 45% ഫോംഡ് എലിമെൻറ്റ്സുമാണ്. പ്ലാസ്മ എന്ന് പറയുന്ന ആ ഫ്ലൂയിഡ് പാർട്ടിൻ്റെ ഏകദേശം 90 മുതൽ 92% എന്ന് പറയുന്നത് വെറും വാട്ടറാണ്. എന്നാൽ 6 to 8% എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് മെറ്റീരിയൽസാണ്. ഡിസോൾവ്ഡ് മെറ്റീരിയൽസ്. ആ ഡിസോൾവ്ഡ് മെറ്റീരിയൽസിൽ ഓർഗാനിക് മെറ്റീരിയൽസുമുണ്ട്, ഇനോർഗാനിക് മെറ്റീരിയൽസുമുണ്ട്. ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഓർഗാനിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ആ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഓർഗാനിക് മെറ്റീരിയൽസ് ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്നത് ഓർഗാനിക് മെറ്റീരിയൽസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഓർഗാനിക് മെറ്റീരിയൽസ് ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്നത്. ഇതിലേറ്റവും കൂടുതൽ കാണുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് പ്രോട്ടീൻസാണ്. ബ്ലഡ് പ്ലാസ്മയിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടീൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. 1 ആൽബുമിൻ, 2 ഗ്ലോബുലിൻ, 3 ഫൈബ്രിനോജൻ. എന്താണ് ആൽബുമിൻ്റെ ഫങ്ഷൻ? ആൽബുമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഓസ്മോട്ടിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ്. ഗ്ലോബുലിൻസാണ് രോഗപ്രതിരോധ ശക്തി നൽകുന്നത്. പ്രത്യേകിച്ച് ഗാമ ഗ്ലോബുലിൻസാണ് ആൻറ്റിബോഡീസായിട്ട് പ്രവർത്തിക്കുന്നത്. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. ഈ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും കൂടാതെ വേറെയും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ഇതെല്ലാം ബ്ലഡിൽ കാണുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സാണ്. കൂടാതെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് ബ്ലഡിൽ. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ സോഡിയം അയോൺസ്, കാൽഷ്യം അയോൺസ്, മഗ്നീഷ്യം അയോൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, ഇത്തരത്തിലുള്ള ധാരാളം കോമ്പൗണ്ട്സ്. ബ്ലഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ഇനി അടുത്തത് ഫോംഡ് എലിമെൻസിനെ കുറിച്ചാണ്. ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ബ്ലഡിൻ്റെ സെല്ലുലാർ പാർട്ട്. 3 തരം ഫോംഡ് എലിമെൻറ്റ്സ് ആണ് ബ്ലഡിലുള്ളത്. ഫോംഡ് എലിമെൻറ്റ്സ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, എരിത്രോസൈറ്റ്സ് എന്നും വിളിക്കാം. അടുത്തത് WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ അവരെ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കാം. മൂന്നാമത് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇത് 3 ബ്ലഡിലെ ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് RBCയുടെ സ്ട്രക്ചറും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. ഹ്യൂമൻ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ദ മോസ്റ്റ് ന്യൂമറസ് സെൽസ് ഓഫ് ദ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് RBC ആണ്. ഏകദേശം ഒരു ഹെൽത്തി അഡൽട്ടിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ RBCs ഉണ്ട്.
ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്, ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ RBC ഉണ്ട്. എന്താണ് ഈ RBCയുടെ പ്രത്യേകത? മമേലിയൻ RBC ബൈക്കോൺകേവ് ഷേപ്പാണ്, സർക്കുലർ ഇൻ ഔട്ട്ലൈനാണ്. അത് മാത്രമല്ല RBCക്ക് ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഇല്ല. അപ്പോൾ ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ് ആർ ആബ്സെൻറ്റ് ഇൻ മമേലിയൻ RBC. എന്താണ് അതിൻ്റെ കാരണം? RBCയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വസ്തു എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ കൂടുതൽ നിറച്ചു വയ്ക്കാൻ വേണ്ടി RBC ഫോം ചെയ്യുമ്പോൾ തന്നെ അതിലെ ന്യൂക്ലിയസും സെൽ ഓർഗനൽസും എടുത്തു മാറ്റപ്പെട്ടു. ഒരു ഹെൽത്തി അഡൽട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ 100 ml ബ്ലഡ് എടുത്താൽ അതിൽ ഏകദേശം 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിനുണ്ട്. 100 ml blood, 12 to 16 grams per 100 ml of blood is the normal hemoglobin concentration. ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, ലങ്സിൽ നിന്നും ഓക്സിജനെ ടിഷ്യൂസിലെത്തിക്കുക, ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലെത്തിക്കുക. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 120 ഡേയ്സാണ്. 120 ഡേയ്സ് കഴിയുമ്പോൾ ദി RBCs ഡൈ. ഈ ഡെഡ് RBC എന്ത് ചെയ്യുന്നു? ഡെഡ് RBC ഈസ് ബ്രോക്കൺ ഡൗൺ ബൈ ദ സ്പ്ലീൻ. സ്പ്ലീനാണ് RBCയെ പ്രധാനമായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പ്ലീനിനെ നമ്മൾ ഗ്രേവിയാർഡ് ഓഫ് RBCയുടെ ശ്മശാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഹീമോഗ്ലോബിൻ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നു. ഹീമോഗ്ലോബിൻ അതിൻ്റെ ഫലമായിട്ട് ബൈൽ പിഗ്മെൻസും ഉണ്ടാകുന്നുണ്ട്. പുതിയ RBC ഉണ്ടാകുന്നത് റെഡ് ബോൺ മാരോയിലാണ്. RBC ഫോർമേഷനെ നമ്മൾ വിളിക്കുന്നത് എരിത്രോപോയസിസ് എന്നാണ്. എരിത്രോപോയസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RBC. എരിത്രോപോയറ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് റെഡ് ബോൺ മാരോ തന്നെയാണ്. അപ്പോൾ ഒരു വശത്ത് പഴയ RBCകൾ നശിപ്പിക്കപ്പെടുന്നു, വേറൊരു വശത്ത് പുതിയ RBC നിരന്തരം ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. അടുത്തത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ കുറിച്ചാണ്. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് എണ്ണത്തിൽ RBCയെക്കാട്ടിലും കുറവാണ്. ഒരു ആവറേജ് അഡൽട്ടിൽ 100 ml ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്താൽ 6000 to 8000 WBC പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ ഏകദേശം 6000-നും 8000-നും ഇടയ്ക്ക് WBC ഉണ്ടായിരിക്കും. WBC RBCയെ പോലെയല്ല, ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, വലിപ്പവും കൂടുതലാണ്. RBCയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 7.5 മൈക്രോമീറ്ററാണ്. RBCയെക്കാട്ടിലും വലിപ്പം കൂടുതലാണ് WBCക്ക്. WBC 2 തരത്തിലുണ്ട്. എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. എന്താണ് എ ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം? എ ഗ്രാനുലോസൈറ്റ്സിൽ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഇല്ല. അപ്പോൾ ഇവിടെ നോ ഗ്രാന്യൂൾസ്. എന്നാൽ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന RBCയുടെ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഉണ്ട്.
agranulocytes and granulocytes. agranulocytes രണ്ട് തരമുണ്ട്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് മൂന്ന് തരമുണ്ട്. ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. ഇതിൽ ദ ലാർജസ്റ്റ് ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത് മോണോസൈറ്റാണ്. സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റാണ്. സോ മോണോസൈറ്റ് ഈസ് ദ ലാർജസ്റ്റ് ല്യൂക്കോസൈറ്റ്, ലിംഫോസൈറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ല്യൂക്കോസൈറ്റ്. പക്ഷേ ഇവരുടെ റിലേറ്റീവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കൗണ്ട് നോക്കുകയാണെങ്കിൽ ന്യൂട്രോഫിൽസിൻ്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. ടോട്ടൽ WBCയുടെ 60 മുതൽ 65% ന്യൂട്രോഫിൽസാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ലിംഫോസൈറ്റ്സ് ആണ്. 20 മുതൽ 25% ലിംഫോസൈറ്റ്സ് ആണ്. ഒരു 6 to 8% മോണോസൈറ്റാണ്. ഇസിനോഫിൽ കൗണ്ട് എന്ന് പറയുന്നത് 2 മുതൽ 3% ആണ്. എന്നാൽ എണ്ണത്തിൽ ഏറ്റവും കുറവ് ബേസോഫിൽസ് ആണ്, 0.5 to 1% ആണ്. അപ്പോൾ ല്യൂക്കോസൈറ്റ്സിൽ മോസ്റ്റ് ന്യൂമറസ് ല്യൂക്കോസൈറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിൽസ്. ലീസ്റ്റ് ന്യൂമറസ് ഏതാണെന്ന് ചോദിച്ചാൽ ബേസോഫിൽ. ഈ ഓരോ ടൈപ്പ് ഓഫ് ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBCക്കും അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് ഇവർ രണ്ടുമാണ് ബ്ലഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ശരീരത്തെ ആക്രമിക്കുന്ന ബാക്ടീരിയ മുതലായ ഫോറിൻ ബോഡീസിനെ തിന്നു നശിപ്പിക്കുന്ന സെല്ലുകളാണ് ഈ മോണോസൈറ്റും ന്യൂട്രോഫിൽസും. ലിംഫോസൈറ്റ്സ് ആണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് കാരണക്കാരനായ സെല്ലുകൾ ഈ ലിംഫോസൈറ്റ്സാണ്. ഇസിനോഫിൽസാണ് ഇൻഫെക്ഷൻസിൽ നിന്ന്, പ്രത്യേകിച്ച് വേം ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതും അലർജിയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കെൽപ്പ് തരുന്നതും ഇയോസിനോഫിൽസാണ്. ബേസോഫിൽസ് നമുക്ക് ഇൻഫ്ലമേഷനും അലർജിയും ഉണ്ടാക്കാൻ സഹായിക്കും. ബേസോഫിൽസ് ഹിസ്റ്റാമൈൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ മുതലായ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ WBCക്ക് ആയുർദൈർഘ്യം വളരെ കുറവാണ്. ഒരു 1-2 ആഴ്ചയേ ഉള്ളൂ അവരുടെ ലൈഫ് സ്പാൻ. ഈ WBCയുടെ നിർമ്മാണം നടക്കുന്നതും റെഡ് ബോൺ മാരോയിലാണ്. അതിനെ നമുക്ക് ല്യൂക്കോപോയസിസ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഫോംഡ് എലിമെൻറ്റ്സ് എന്താണെന്നാണ് നോക്കേണ്ടത്. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. യഥാർത്ഥത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കുള്ള സെല്ലുകളല്ല. അവരെ നമുക്ക് സെൽ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. റെഡ് ബോൺ മാരയിലുള്ള വലിയ സെല്ലുകളുണ്ട്, മെഗാകാരിയോസൈറ്റ്സ്. ഈ മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറയുന്ന വലിയ സെല്ലുകൾ പൊടിഞ്ഞുണ്ടാകുന്ന സെൽ ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് RBCയെക്കാട്ടിലും കുറവായിരിക്കും, പക്ഷേ WBCയെക്കാട്ടിലും കൂടുതലായിരിക്കും. ഒരു നോർമൽ ഹെൽത്തി അഡൽട്ട് എടുത്താൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 150,000 to 350,000 പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡാണ്. അപ്പോൾ നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എടുത്താൽ RBC കൗണ്ട് ഒരു 5 മില്യൺ വരുമ്പോൾ
WBC കൗണ്ട് ഒരു 8,000 വരുന്നുള്ളൂ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 150,000 to 350,000 ആണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ? പ്ലേറ്റ്ലെറ്റ്സ് ആണ് രക്തം കട്ടപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സോ പ്ലേറ്റ്ലെറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് പല കാരണങ്ങളാൽ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡേഴ്സ്, ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് വരും, രക്തം കട്ടപിടിക്കാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകും, ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സും ഉണ്ടാകും. അപ്പോൾ ഇതുവരെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ബ്ലഡിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് വരച്ചു കാട്ടിയത്. അടുത്തത് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ്. ബ്ലഡ് ഗ്രൂപ്പ്സ്. ൽ കോൾ ലാൻസ്റ്റീനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ബ്ലഡ് ഗ്രൂപ്പ്സ്, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചു. അതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് എല്ലാ മനുഷ്യരുടെയും ബ്ലഡ് ഒരേപോലെയാണ്, രക്തത്തിന് ചുവപ്പ് നിറമായതുകൊണ്ട് എല്ലാവരുടെയും രക്തം ഒരുപോലെയാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ലാൻസ്റ്റീനറിന് ശേഷമാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് 4 തരമുണ്ട്. ഏതൊക്കെയാണ്? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4 ഗ്രൂപ്പ്സ്: A, B, AB, O. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഹ്യൂമൻ RBCയിൽ കാണുന്ന 2 ആൻറ്റിജൻസ് ഉണ്ട്. ഒന്നാണ് A ആൻറ്റിജൻ, മറ്റൊന്ന് B ആൻറ്റിജൻ. RBCയിൽ A ആൻറ്റിജൻ ഉള്ളവരൊക്കെ A ഗ്രൂപ്പ്, RBCയിൽ B ആൻറ്റിജൻ ഉള്ളവരൊക്കെ B ഗ്രൂപ്പ്. RBCയിൽ A ആൻറ്റിജനും B ആൻറ്റിജനും ഉള്ളവർ AB ഗ്രൂപ്പ്. എന്നാൽ RBCയിൽ ആൻറ്റിജൻ ഒന്നും ഇല്ലാത്തവർ O ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ്, ഇതാണ് ആൻറ്റിജൻ. എന്നാൽ ആൻറ്റിജനെ എതിരിടുന്ന വേറൊരു സബ്സ്റ്റൻസ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാം, ആൻറ്റിബോഡി. അപ്പോൾ A ആൻറ്റിജൻ്റെ എനിമി ആരാണ്? ആൻറ്റി-A ആൻറ്റിബോഡിയാണ്. ആൻറ്റിബോഡീസ് കാണുന്നത് പ്ലാസ്മയിലാണ്, ആൻറ്റിജൻ കാണുന്നത് RBCയിലാണ്. അപ്പോൾ A ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ RBCയിൽ A ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് അയാളുടെ ബ്ലഡ് പ്ലാസ്മയിൽ ഒരിക്കലും ആൻറ്റി-A ആൻറ്റിബോഡി ഉണ്ടായിരിക്കാൻ പാടില്ല. പക്ഷേ എന്തുണ്ടായിരിക്കാം? ആൻറ്റി-B ആൻറ്റിബോഡി. അപ്പോൾ ആൻറ്റിബോഡി ഇൻ പ്ലാസ്മ. അപ്പോൾ A ഗ്രൂപ്പുകാരന് RBCയിൽ A ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിജൻ ഇൻ RBC. എന്നാൽ പ്ലാസ്മയിലോ ആൻറ്റി-B ആൻറ്റിബോഡിയാണ്. കാരണം അയാളുടെ RBCയിലുള്ള A ആൻറ്റിജനും പ്ലാസ്മയിലുള്ള ആൻറ്റി-B ആൻറ്റിബോഡിയും തമ്മിൽ ഒരു റിയാക്ഷനുമില്ല. അതുപോലെ B ഗ്രൂപ്പുകാരൻ്റെ RBCയിൽ B ആൻറ്റിജൻ ആണെങ്കിൽ അയാളുടെ പ്ലാസ്മയിൽ എന്ത് കാണും? ആൻറ്റി-A ആൻറ്റിബോഡിയാണ്, തമ്മിൽ ഒരു റിയാക്ഷനുമില്ല. എന്നാൽ AB ഗ്രൂപ്പുകാരനോ RBCയിൽ A ആൻറ്റിജനുമുണ്ട്, B ആൻറ്റിജനുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ പ്ലാസ്മയിൽ നോ ആൻറ്റിബോഡീസ്. എന്നാൽ O ഗ്രൂപ്പുകാരനോ, O ഗ്രൂപ്പുകാരൻ്റെ RBCയിൽ A ആൻറ്റിജനുമില്ല, B ആൻറ്റിജനുമില്ല. അതുകൊണ്ട് പ്ലാസ്മയിൽ 2 ആൻറ്റിബോഡിയും ആകാം, റിയാക്ഷൻ നടക്കത്തില്ല. ബോത്ത് ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസ്. ഇതാണ് അതിൻ്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നാൽ
ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതാണെങ്കിലും ഇതിനൊരു പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് വരുന്നത് എപ്പോഴാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്താണ്. ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ ശരീരത്തിലുള്ള ബ്ലഡ് വോളിയം കുറഞ്ഞു പോവുകയോ ധാരാളം രക്തം ശരീരത്തിൽ നിന്ന് വാർന്നു പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അയാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരാളിൽ നിന്നും അയാൾക്ക് രക്തം സ്വീകരിക്കാം. രക്തം സ്വീകരിക്കുന്നയാളെ നമ്മൾ റെസിപ്പിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ രക്തം കൊടുക്കുന്നയാളെ നമ്മൾ ഡോണർ എന്ന് വിളിക്കും. അപ്പോൾ ഡോണറിൻ്റെ ബ്ലഡ് റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡി ഡോണറുടെ ആൻറ്റിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, തിരിച്ചല്ല. സോ ആൻറ്റിബോഡീസ് ഓഫ് ദ റെസിപ്പിയൻറ്റ് വിൽ റിയാക്ട് വിത്ത് ദി ആൻറ്റിജൻ ഓഫ് ദി ഡോണർ. അപ്പോൾ ഡോണറും റെസിപ്പിയൻറ്റും തമ്മിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ഒരു ചേർച്ച ഉണ്ടായിരിക്കണം. ആ ചേർച്ചയെ നമുക്ക് കോമ്പാറ്റിബിലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഡോണർ ആൻഡ് റെസിപ്പിയൻറ്റ് ഷുഡ് ബി കോമ്പാറ്റിബിൾ. ഇൻകോമ്പാറ്റിബിലിറ്റി വന്നാലോ റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ഗ്രൂപ്പുകാരൻ എടുത്തോണം. ഞാനിവിടെ ഡോണർ എഴുതാം. ഡോണർ എ ഗ്രൂപ്പുകാരൻ്റെ പ്ലാസ്മയിൽ ബി ആൻറ്റിബോഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബി ആൻറ്റിജനുള്ള ഒരു ബ്ലഡും അയാൾക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ബി ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഏതൊക്കെയാണ്? എ ആൻഡ് ഒ സ്വീകരിക്കാം. ബി ഗ്രൂപ്പുകാരന് പ്ലാസ്മയിൽ കാണുന്നത് ആൻറ്റി എ ആൻറ്റിബോഡിയാണ്. അതുകൊണ്ട് എ ആൻറ്റിജനുള്ള ഒരു ബ്ലഡും അയാൾക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഏതൊക്കെ സ്വീകരിക്കാം? ബി ആൻഡ് ഒ ഗ്രൂപ്പ് സ്വീകരിക്കാം. എ ബി ഗ്രൂപ്പുകാരനോ ബ്ലഡ് പ്ലാസ്മയിൽ യാതൊരു ആൻറ്റിബോഡിയുമില്ല. അതുകൊണ്ട് എ ആൻറ്റിജനുള്ള ബ്ലഡും സ്വീകരിക്കാം, ബി ആൻറ്റിജനുള്ള ബ്ലഡും സ്വീകരിക്കാം. എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് സ്വീകരിക്കാം, ബി, എ ബി, ഒ എല്ലാം. അപ്പോൾ ഏത് ഗ്രൂപ്പും സ്വീകരിക്കാൻ പറ്റുന്നത് കൊണ്ട് എ ബിയെ നമ്മൾ എന്ത് വിളിക്കും? യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കും. എ ബി ആണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. എന്തുകൊണ്ടാണ് എ ബി യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയത്? ബിക്കോസ് ആൻറ്റിബോഡീസ് ആർ ആബ്സെൻ്റ് ഇൻ ദി പ്ലാസ്മ. ഇനി ഒ ഗ്രൂപ്പുകാരൻ്റെ കാര്യം നോക്കി. ഒ ഗ്രൂപ്പുകാരൻ്റെ പ്ലാസ്മയിൽ ആൻറ്റി എ ആൻറ്റിബോഡിയുമുണ്ട്, ആൻറ്റി ബി ആൻറ്റിബോഡിയുമുണ്ട്. അതുകൊണ്ട് എ ആൻറ്റിജനുള്ള ബ്ലഡും സ്വീകരിക്കാനൊക്കത്തില്ല, ബി ആൻറ്റിജനുള്ള ബ്ലഡും സ്വീകരിക്കാനൊക്കത്തില്ല. ഒരു ആൻറ്റിജനും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ് മാത്രം. ഒ ഓൺലി. അപ്പോൾ ഒ ഗ്രൂപ്പുകാർക്ക് നോക്കട്ടെ, ഇവിടെ ഓയുണ്ട്, ഇവിടെ ഓയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആർക്കും സ്വീകരിക്കാവുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഒ. അതുകൊണ്ട് ഒയെ നമ്മൾ എന്ത് വിളിക്കും? ഒ ഈസ് ദി യൂണിവേഴ്സൽ ഡോണർ. എന്തുകൊണ്ടാണ് ഒ എ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? ബിക്കോസ് ആൻറ്റിജൻസ് ആർ ആബ്സെൻറ്റ്. ബി എ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് നോ ആൻറ്റിബോഡീസ് ഉള്ളതുകൊണ്ടാണ്. ഇവരെ വിളിക്കുന്നത് നോ ആൻറ്റിജൻസ് ഇൻ ദി ആർ ബി സി. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ കോമ്പാറ്റിബിൾ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലേ ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാടുള്ളൂ. എന്നാൽ 1937 റീസസ് മങ്കിയുടെ ആർ ബി സിയിൽ ഒരു പ്രത്യേകതരം ആൻറ്റിജൻ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ റീസസ് മങ്കിയുടെ ആർ ബി സിയിൽ കണ്ടുപിടിക്കപ്പെട്ട ആൻറ്റിജനെ വിളിക്കുന്ന പേരാണ് RH factor. So RH factor was discovered in 1937 in rhesus monkey. RH factor റീസസ് മങ്കിയുടെ ആർ ബി സിയിൽ മാത്രമല്ല ഹ്യൂമൻ ആർ ബി സിയിലും ഉണ്ട് എന്ന് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടു. RH ഫാക്ടർ ആർ ബി സിയിലുള്ളവരെ RH പോസിറ്റീവ് എന്നും RH ഫാക്ടർ ആർ ബി സിയിൽ ഇല്ലാത്തവരെ RH നെഗറ്റീവ് എന്നും പറയാം.
ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്താൽ ഏകദേശം 80% ആളുകളും RH പോസിറ്റീവാണ്. അങ്ങനെ 2 വിഭാഗവും കൂടെ വന്നതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് 4 എന്നുള്ളത് 8 ഗ്രൂപ്പായി. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്. എന്നാൽ ഈ RH ഫാക്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ RH പോസിറ്റീവ് ആണെങ്കിൽ അയാളുടെ RBCയിൽ തീർച്ചയായിട്ടും RH ഫാക്ടർ എന്ന് പറയുന്ന ആൻറ്റിജനുണ്ട്. ഒരാൾ RH നെഗറ്റീവ് ആണെങ്കിൽ അയാളുടെ RBCയിൽ RH ഫാക്ടർ ഇല്ല. പക്ഷേ അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റി RH ആൻറ്റിബോഡീസ് കാണുകയില്ല. കാരണം റെഡിമെയ്ഡ് ആൻറ്റി RH ആൻറ്റിബോഡീസ് ഒരു RH നെഗറ്റീവ് പേഴ്സൻ്റെ പ്ലാസ്മയിലില്ല. എന്നാൽ ഒരു RH നെഗറ്റീവ് പേഴ്സൻ്റെ പ്ലാസ്മയിൽ ആൻറ്റി RH ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് എപ്പോഴോ അയാൾ ഒരു RH പോസിറ്റീവ് ബ്ലഡ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് റെസിപ്പിയൻ്റ് RH നെഗറ്റീവ് ആണെങ്കിൽ ഡോണർ ഒരിക്കലും RH പോസിറ്റീവ് ആകാൻ പാടില്ല. റെസിപ്പിയൻ്റ് RH നെഗറ്റീവ് ആണെങ്കിൽ ഡോണറും RH നെഗറ്റീവ് ആയിരിക്കണം. കാരണം ഡോണർ RH പോസിറ്റീവ് ആണെങ്കിൽ ഇതിനകത്തുള്ള RH ഫാക്ടർ ഇയാളെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് അയാളെ കൊണ്ട് ആൻറ്റി RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റിമുലേറ്റ് ടു പ്രൊഡ്യൂസ് ആൻറ്റി RH ആൻറ്റിബോഡീസ്. പിന്നീട് അത് വലിയ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു RH നെഗറ്റീവ് പേഴ്സണ് RH പോസിറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. എന്നാൽ ഇതിൻ്റെ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. ഒരു പ്രഗ്നൻ്റ് മദർ RH നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, മദർ RH നെഗറ്റീവും ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു RH പോസിറ്റീവുമാണെന്നിരിക്കട്ടെ. ഫസ്റ്റ് ചൈൽഡ് ബർത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? പ്രഗ്നൻസി പീരീഡിൽ ഒരിക്കലും അമ്മയുടെ രക്തവും ഫീറ്റസിൻ്റെ രക്തവും തമ്മിൽ മിക്സ് ചെയ്യാൻ പ്ലാസൻ്റ അനുവദിക്കത്തില്ല. സോ ദർ ഇസ് നോ മിക്സിംഗ് ഓഫ് മെറ്റേർണൽ ബ്ലഡ് ആൻഡ് ഫീറ്റൽ ബ്ലഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. എന്നാൽ ചൈൽഡ് ബർത്ത് നടക്കുന്ന സമയത്ത് പ്ലാസൻ്റ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്ന അവസരത്തിൽ പ്ലാസൻ്റ ബ്രേക്സ് ഇൻ ചൈൽഡ് ബർത്ത്. ഈ സമയത്ത് ഫീറ്റസിൻ്റെ RBC കുറച്ച് മെറ്റേണൽ ബ്ലഡിനകത്തേക്ക് കയറും, ഫീറ്റൽ RBCs. ഇപ്പം ചൈൽഡ് ബർത്ത് നടക്കുന്ന സമയത്ത് പ്ലാസൻ്റ ബ്രേക്ക് ചെയ്യുകയും കുഞ്ഞിൻ്റെ RBCs അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിൽ കിടക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ RBCയിൽ എന്തുണ്ട്? RH ഫാക്ടറുണ്ട്. ഈ RH ഫാക്ടർ അമ്മയെ സെൻസിറ്റൈസ് ചെയ്യിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. എന്തിന്? ടു പ്രൊഡ്യൂസ് ആൻറ്റി RH ആൻറ്റിബോഡീസ്. അപ്പോൾ ഫസ്റ്റ് ചൈൽഡിൻ്റെ ജനനം നടക്കുന്നത് കൊണ്ട് ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് സേഫാണ്. ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് സേഫ്. എന്നാൽ ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് എന്താണ് ചെയ്യുന്നത്? അമ്മയെ സെൻസിറ്റൈസ് ചെയ്ത് അമ്മയെ കൊണ്ട് ആൻറ്റി RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിൽ ധാരാളം ആൻറ്റി RH ആൻറ്റിബോഡീസ് കാണും. ഒരു സബ്സിക്വൻറ്റ് ചൈൽഡ്, രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ കുട്ടിയും RH പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സബ്സിക്വൻറ്റ് ചിൽഡ്രൻ RH പോസിറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടത്ത് അമ്മയിൽ നേരത്തെ സെൻസിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻറ്റി RH ആൻറ്റിബോഡീസ് അമ്മയിൽ നിന്ന് പ്ലാസൻ്റ ക്രോസ് ചെയ്ത് കുഞ്ഞിലേക്ക് കടക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷനിൽ അമ്മയിൽ നിന്നും ലഭിച്ച ആൻറ്റി RH ആൻറ്റിബോഡീസുമുണ്ട്, കുഞ്ഞിൻ്റെ RH ഫാക്ടറുമുണ്ട്. ഇവർ തമ്മിൽ
ഭയങ്കരമായ റിയാക്ഷൻസ് നടക്കുകയും ആ റിയാക്ഷൻ ഹൈലി ഫേറ്റലാണ്, കുഞ്ഞിൻ്റെ മരണം വരെ സംഭവിക്കാം. ഇങ്ങനെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള RH ഇൻകോമ്പാറ്റിബിലിറ്റി, RH ചേർച്ചയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡിസോർഡറിൻ്റെ പേരാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. So erythroblastosis fetalis can be avoided by the administration of anti-RH antibodies to mother immediately after the birth of the first RH positive child. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കൃത്രിമമായിട്ട് നമ്മൾ anti-RH ആൻറ്റിബോഡീസ് കൊടുക്കുമ്പോൾ കുഞ്ഞിൽ നിന്നും ലഭിക്കുന്ന RH ഫാക്ടറിനെ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യുകയും കുഞ്ഞിൻ്റെ RH ഫാക്ടറിന് അമ്മയെ സെൻസിറ്റൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ്. രക്തത്തിന് കട്ട പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്തിനാണ് ബ്ലഡ് കട്ട പിടിക്കുന്നത്? ഒരു ബ്ലഡ് വെസലിൽ കൂടെ, ഇതൊരു ബ്ലഡ് വെസൽ, ആ ബ്ലഡ് വെസലിൽ കൂടെ ബ്ലഡ് സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് വെസലിന് ഒരു കട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആ കട്ടിൽ കൂടെ ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുന്നു. ബ്ലീഡിങ്. ഇത് തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ധാരാളം രക്തം വാർന്നുപോയി ആ വ്യക്തി മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് തടയാൻ വേണ്ടി ഈ കട്ട് വന്ന ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ആ മുറിവിനെ അങ്ങ് സീൽ ചെയ്യുന്നു. ക്ലോട്ട്, അല്ലെങ്കിൽ നമുക്കതിനെ കൊയാഗുലമെന്ന് വിളിക്കാം. തൽക്കാലത്തേക്ക് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആ മുറിവ് വന്ന ഭാഗത്ത് രക്തം കട്ട പിടിച്ച് അതിനെ നമ്മളങ്ങ് സീൽ ചെയ്യുന്നു. അപ്പോൾ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ പ്രിവെൻസ് എക്സസീവ് ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെമറേജ്. ബ്ലീഡിങ്ങിന് ഹെമറേജ് എന്നും വിളിക്കാം. കൊയാഗുലേഷൻ പ്രിവെൻസ് എക്സസീവ് ബ്ലീഡിങ്. 1-2 ദിവസം കൊണ്ട് ആ മുറിവുണങ്ങി അത് പൂർവ്വസ്ഥിതിയിലായി കഴിഞ്ഞാൽ ആ ക്ലോട്ട് അങ്ങ് ഡിസോൾവ് ചെയ്ത് കളയുന്നു. പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ രക്തത്തിന് കട്ട പിടിക്കാനുള്ളൊരു കഴിവ് വളരെ നല്ലതാണ്. അത് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്? മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ. ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണത്? ഫൈബ്രിനോജൻ. ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു സോളിബിൾ പ്രോട്ടീനാണ്. രക്തം കട്ട പിടിക്കണമെങ്കിൽ ഫൈബ്രിനോജൻ ഇൻസോളിബിൾ ഫൈബ്രിൻ ത്രെഡായിട്ട് മാറണം. ഫൈബ്രിനോജനെ ഇൻസോളിബിൾ ഫൈബ്രിനായിട്ട് മാറും. ഈ ഫൈബ്രിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിൻ ഒരു വല പോലെയാവുന്ന ഒരു ഫൈബ്രിൻ നെറ്റ് ഉണ്ടാകും. ഈ ഫൈബ്രിൻ നെറ്റിനകത്ത് ബ്ലഡ് സെൽസ് കുടുങ്ങിക്കിടക്കും. അങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ അതൊരു ക്ലോട്ടായിട്ട് മാറി. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ ബ്ലഡിൽ ഫൈബ്രിൻ നെറ്റ് ഉണ്ടാകണം. ഈ ഫൈബ്രിൻ നെറ്റിൽ ബ്ലഡ് സെൽസ് കുടുങ്ങിക്കിടന്ന് ഒരു ക്ലോട്ട് ഉണ്ടാവും. പക്ഷേ സാധാരണ ഒരു ഫ്രീ ഫ്ലോയിങ് ബ്ലഡിൽ ഫൈബ്രിനോജൻ ഒരിക്കലും ഫൈബ്രിനായിട്ട് മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് മാറണമെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്യാൻ ഒരു എൻസൈം വേണം. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബിൻ. എന്നാൽ ഹ്യൂമൻ ബ്ലഡ് പ്ലാസ്മയിൽ ത്രോംബിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ല. അതിൻ്റെ ഒരു ഇനാക്റ്റീവ് ഫോമേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പ്രോത്രോംബിനാണ്. അപ്പോൾ ബ്ലഡ് പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ആക്റ്റീവ് ത്രോംബിനായിട്ട് മാറണം. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറണമെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് വേറൊരു എൻസൈം കോംപ്ലക്സ് വേണം. അതിനെ നമുക്ക് ത്രോംബോ കൈനേസ് എന്ന് വിളിക്കാം. ത്രോംബോ കൈനേസ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന് വിളിച്ചാലും തെറ്റില്ല. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ.
പ്രോത്രോംബിൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സ് കാൽഷ്യം അയോൺസിൻ്റെ സഹായത്താൽ പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് മാറ്റുന്നു. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് നടക്കണമെങ്കിൽ ത്രോംബോകൈനേസ് പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവെർട്ട് ചെയ്യണം, ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവെർട്ട് ചെയ്യണം, ഫൈബ്രിനൊരു വല പോലെയാകണം, ആ വലയിൽ ബ്ലഡ് സെൽസ് കുടുങ്ങിക്കിടന്ന് ക്ലോട്ട് ഉണ്ടാകും. ഈ ത്രോംബോകൈനേസ് അല്ലെങ്കിൽ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെയിൻ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ്. ഒരു ചെയിൻ റിയാക്ഷൻ. ഈ ചെയിൻ റിയാക്ഷൻസ് ആർക്കൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാം? പ്ലേറ്റ്ലെറ്റ്സിന് ഇനിഷ്യേറ്റ് ചെയ്യാം. പ്ലേറ്റ്ലെറ്റ്സ് ചില ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് ഒരു ചെയിൻ റിയാക്ഷൻ നടത്തുന്നു, അതിൻ്റെ ഫലമായിട്ട് ത്രോംബോകൈനേസ് ഉണ്ടാകാം. ഇതുകൂടാതെ ഡാമേജ്ഡ് ടിഷ്യൂ വിചാരിച്ചാലും മതി. ഡാമേജ് ടിഷ്യൂ ചില ടിഷ്യൂ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് വിചാരിച്ചാലും മതി. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് പ്ലേറ്റ്ലെറ്റ്സ് വിചാരിച്ചാലും ഇനിഷ്യേറ്റ് ചെയ്യാം, ഡാമേജ് ടിഷ്യൂ വിചാരിച്ചാലും ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷേ രണ്ടും വന്ന് അവസാനിക്കുന്നത് ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സിലാണ്. ഇതാണ് ഒരു സമ്മറി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാതെ വന്നാൽ ധാരാളം ബ്ലഡ് ലോസ് വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്, ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ വെയർ ദ ബ്ലഡ് ഫെയിൽസ് ടു ക്ലോട്ട്. ബ്ലഡ് പ്ലാസ്മയിൽ ഏകദേശം 10-13ഓളം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫൈബ്രിനോജൻ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ്, പ്രോത്രോംബിൻ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ്, കാൽഷ്യം ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ്. ഇതിലേതെങ്കിലും ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാതായാൽ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് വരും. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കുലേറ്റിംഗ് ബ്ലഡ് സാധാരണഗതിയിൽ ക്ലോട്ട് ചെയ്യാത്തത്? നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആൻറ്റി കൊയാഗുലൻസ് എന്ന് വിളിക്കുന്നത്. ദ മേജർ ആൻറ്റി കൊയാഗുലൻ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഹെപ്പാരിൻ തന്നെയാണ്. ഇപ്പോൾ ബ്ലഡ് എന്ന് പറയുന്ന സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി ലിംഫ് മറ്റൊരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡാണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ബ്ലഡ് വെസൽസിൽ കൂടെയാണെങ്കിൽ ലിംഫ് ഫ്ലോ ചെയ്യുന്നത് ലിംഫ് വെസൽസിൽ കൂടെയാണ്. എന്താണ് ലിംഫ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് ക്യാപ്പിലറീസാണ്. ക്യാപ്പിലറിയിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതൊരു ക്യാപ്പിലറിയാണ്. ക്യാപ്പിലറീസ് എവിടെ കൂടെയാണ്? ടിഷ്യൂസിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ക്യാപ്പിലറീസിന് ചുറ്റും ധാരാളം സെല്ലുകളുണ്ട്. ഇതൊക്കെ സെല്ലുകളാണ്. സെല്ലുകൾ കിടക്കുകയാണെന്ന് ഈ സ്പേസിൻ്റെ പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ക്യാപ്പിലറി കൂടെ ബ്ലഡ് സഞ്ചരിക്കുന്നു, ഹൈ പ്രഷറിലാണ്. ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ക്യാപ്പിലറീസ് അണ്ടർ ഹൈ പ്രഷർ. അങ്ങനെ ബ്ലഡ് ക്യാപ്പിലറീസ് കൂടെ സഞ്ചരിക്കുമ്പോൾ ബ്ലഡിലുള്ള വാട്ടറും ഡിസോൾവ്ഡ് മെറ്റീരിയൽസും ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൽ നിന്നും ഡിഫ്യൂസ് ചെയ്ത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കളക്ട് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ വാട്ടറുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സെല്ലിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ട്. ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് സെല്ലുകൾ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വലിച്ചെടുക്കുന്നു, പകരം വേസ്റ്റ് തിരിച്ചു കൊടുക്കുന്നു. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഒരു നല്ലൊരു ഭാഗം തിരിച്ച് ആ ക്യാപ്പിലർ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഏകദേശം ഒരു 20-25% ലിംഫ് വെസൽസിൽ കൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലിംഫ് വെസൽസിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ച് ബ്ലഡിലെത്തുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് നമ്മൾ
ലിംഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ലിംഫ്? ലിംഫ് ഈസ് ദ മോഡിഫൈഡ് ടിഷ്യൂ ഫ്ലൂയിഡ് ദാറ്റ് സർക്കുലേറ്റ്സ് ത്രൂ ദ ലിംഫ് വെസൽസ് ആൻഡ് ഫൈനലി റിട്ടേൺ ടു ദി ബ്ലഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ കോമ്പോസിഷൻ എടുത്താൽ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ കോമ്പോസിഷൻ ഏകദേശം ബ്ലഡ് പ്ലാസ്മയുടെ കോമ്പോസിഷനാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് വിത്തൗട്ട് പ്ലാസ്മ പ്രോട്ടീൻസ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ പ്ലാസ്മ പ്രോട്ടീൻസ് ഇല്ല. കാരണം പ്ലാസ്മ പ്രോട്ടീൻസിന് മോളിക്കുലാർ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ബ്ലഡ് ക്യാപ്പിലറിയിൽ നിന്ന് ടിഷ്യൂയുടെ സ്പേസിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദ മിനറൽ കോമ്പോസിഷൻ ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു പ്ലാസ്മ, ബട്ട് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഓഫ് ലിംഫ് ഈസ് ഓൾമോസ്റ്റ് വിത്തൗട്ട് പ്ലാസ്മ പ്രോട്ടീൻസ്. എന്താണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ജോലി? ബ്ലഡിലുള്ള വസ്തുക്കളെ ടിഷ്യൂവിലെത്തിക്കുക, ടിഷ്യൂവിലുള്ള വസ്തുക്കളെ തിരിച്ച് ബ്ലഡിലെത്തിക്കുക. അപ്പോൾ ലിംഫ് ഈസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള വസ്തുക്കളെ തിരിച്ച് ബ്ലഡിലെത്തിക്കുന്നു. അപ്പോൾ ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബ്ലഡിന് നഷ്ടപ്പെട്ട ടിഷ്യൂ ഫ്ലൂയിഡ് തിരിച്ച് ലിംഫ് വഴി ബ്ലഡിലേക്ക് തിരിച്ചു വരുന്നു. സോ ലിംഫ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് വോളിയം.